അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് അവിടെ നിന്ന് ഒരു അടിപൊളി ജ്യൂസ് കിട്ടി. അത് ജ്യൂസ് അല്ലേ എനിക്ക് ടാങ്ക് ഇനി ആവുമല്ലോ നമ്മളെ പറ്റിച്ചു. കുറേ കാലം പൂതിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ല, ചെറിയ കുട്ടികളെ പോലെ. ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ചെറിയ പെരുന്നാളിൻ്റെ ടൈമിൽ ഞങ്ങൾ ഈ റാസൽ കൈമ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നടന്നില്ല, വലിയ പെരുന്നാളിൻ്റെ ടൈമിലും പ്ലാൻ ചെയ്ത് നടന്നില്ല. അങ്ങനെ ഫൈനലി ഇപ്പോഴാണ് നമ്മൾ ട്രിപ്പിനുള്ള സാഹചര്യ സന്ദർഭമൊക്കെ ഒത്തു വന്നത്. പിന്നെ റൂം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കാം അവിടെ ഫ്രീ ആയിട്ട് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളതായിരിക്കും. അതെല്ലാ മലയാളികളും അങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ പുറത്തിറങ്ങി. ആദ്യം പോയത് ഈ നെനാട്ടി കുടിക്കാനാണ്. പൊതുവേ ചായ ഇഷ്ടമില്ലാത്തതും കുടിക്കാത്ത ഒരാളാണ് ഞാൻ, പക്ഷേ ഈ ചായ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എൻ്റെ മാപ്പിള ഫസ്റ്റ് പ്രവാസി ആവുന്നത് 2016 ആ ടൈമിൽ ഫസ്റ്റ് വരുന്നത് ഗൾഫിൽ റാസൽ കൈമയിലാണ്. അന്ന് വർക്ക് ചെയ്തിരുന്ന ഷോപ്പ് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചങ്ങനെ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം നിന്നു. പിന്നെ സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. റൂമിലെത്തി ഫുഡ് ഓർഡർ ചെയ്തൊരു പടം കണ്ടുകൊണ്ട് ഫുഡ് കഴിച്ചു. അപ്പം ഇത്രയുള്ളൂ ഗൈസ്, ടാറ്റാ.